ഹലോ എടാ, അങ്ങനെ ഒരുപാട് നാളിന് ശേഷം കുഞ്ഞയുടെ വീട്ടിലോട്ട് പോവാണ് കൊല്ലത്ത്. അങ്ങനെ ഞാൻ രാവിലെ ഹാഫ് ഡേ ആയിരുന്നു. അങ്ങനെ അവിടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പം വീട്ടുകാർ വരാൻ കുറച്ച് ലേറ്റായി. ഞാൻ അങ്ങോട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേനും അവിടെ ഒരു പെങ്കൊച്ച് ഭയങ്കരമായിട്ട് സംസാരിച്ച് അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അവരോട് ചോദിച്ചാൽ എന്താ സംഭവം ചോദിച്ചപ്പം പോലീസുകാർ പറഞ്ഞ് എന്തെങ്കിലും അടിച്ചിട്ട് കിറങ്ങി അലമ്പ് കാണിക്കുന്നതാണെന്ന്. അങ്ങനെ വീട്ടുകാരെല്ലാം കൂടെ വന്നപ്പോഴത്തേനും അവർ പേടിച്ചു. സത്യം പറഞ്ഞാൽ അവർ വന്നപ്പോൾ ഞാനാണെങ്കിൽ പോലീസുകാരെ നടുക്കിക്കുന്നു. അങ്ങനെ അവർ വിചാരിച്ച് ഞാൻ എന്തോ കാണിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞ് അവർ നന്നായിട്ട് പേടിച്ചപ്പം ഞാൻ വീട്ടുകാരുടെ അടുത്ത് കാര്യം പറഞ്ഞു. അങ്ങനെ അവരാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഒരു പോലീസുകാരനുണ്ടായിരുന്ന ആൾ പറഞ്ഞ് അത് വേറെ ഒന്നുമല്ല, കുട്ടി MDMA അടിച്ചിട്ട് കിറങ്ങിയിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്ന് കാരണം ഞങ്ങളെല്ലാവരും പഴം കഴിച്ചു. ഞങ്ങൾ കഴിക്കുന്ന കണ്ടിട്ട് കുഞ്ഞാപ്പ് വന്നു. അങ്ങനെ അവൻ കഴിച്ചു. പിന്നെ മുടിയെല്ലാം വാരിക്കെട്ടി, ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ മുടിയെല്ലാം വാരിക്കെട്ടി ട്രെയിനിൽ വെച്ചിട്ട് പിന്നെ കുഞ്ഞാപ്പ് കുറച്ച് അലമ്പായിരുന്നു. അവൻ പിന്നെ ചേട്ടൻ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു. ചേട്ടൻ അവനെ കൊണ്ടിങ്ങനെ നടന്നു. പിന്നെ ഞാൻ സൈഡ് സീറ്റ് കിട്ടിയത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അല്ലെങ്കിൽ ഞാനും ശിവതും തമ്മിൽ ഭയങ്കര അടിയാണ്. അങ്ങനെ ഇറങ്ങാൻ ടൈം ആയപ്പോഴത്തേനും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഒരു 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി അതാണ് നോക്കിയത്. പക്ഷേ അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഓട്ടോ കിട്ടിയില്ല. കാരണം ഞങ്ങൾ ഒരു 8-9 പേര് അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 2 ഓട്ടോ വിളിക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ആ ഓട്ടോ കിട്ടാത്തത് കാരണം നടന്ന് പിന്നെ പുറത്ത് വന്ന് അവിടെ തന്നെ വേറെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഓട്ടോയിലാണ് കയറിയത്. അതിന് മുന്നേ ഞാനും ചേച്ചിയും കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. മൊട്ടം വെയിലായിരുന്നു. മൊട്ടം വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്. പിന്നെ അവിടെ ഇറങ്ങി ഓട്ടോ പിടിച്ച് ഞാനും അനുചേച്ചിയും അഞ്ചു ചേച്ചിയും കുഞ്ഞാപ്പും കൂടെ ഒരു ഓട്ടോയിലാണ് വന്നത്. ശിവദു കോട്ടുവ വിട്ട് തള്ളുവാണ്. കാരണം നല്ല ഉറക്കക്ഷീണമുണ്ട്. സീറ്റ് കിട്ടിയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ട്രെയിനിൽ. പിന്നെ ഞങ്ങൾ തേവള്ളി വഴിയാണ് പോയത്. തേവള്ളി പാലം അതുവഴിയാണ് പോയത്. അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. ഇവിടെ മെയ് മാസം എന്തോ ആണ് ഉത്സവം നടക്കുന്നത്. ഇവിടെയും ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. പിന്നെ അതുവഴിയാണ് ഞങ്ങൾ പോയത്. തേവള്ളി ആ ഒരു വഴി കൂടെയാണ് പോയത്. ഇത് കാണാനാണ് ഞങ്ങൾ ആക്ച്വലി വന്നത്. കുതിരകെട്ട് കുഞ്ഞിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ കുതിരയെ കെട്ടുന്നത്. ഇതിൻ്റെ ബാക്കി കഥയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് വീഡിയോയിൽ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിലോട്ട് കയറാൻ പോവാണ്. അവിടെ ആര് കാത്തിരിപ്പുണ്ട്? അമ്മുമ്മയുണ്ട്. അമ്മുമ്മ ഞങ്ങൾ വരുന്നത് കാത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. കയറിപ്പോയപ്പോഴേ ഭയങ്കര സന്തോഷമായിരുന്നു. കണ്ടോ, ഇപ്പോൾ അതോ അവിടെ നിൽപ്പുണ്ട് കണ്ടോ, ലീലാവതി അമ്മ. ഇതാണ് ഞങ്ങളുടെ അമ്മുമ്മ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണുമ്പോൾ പറയാം. ബൈ.